ഗൈസ്, ഞങ്ങളിങ്ങോട്ട് വീട് മാറി വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ആവുന്നേ ഉള്ളൂ കേട്ടോ. എവിടെ ഞാൻ പോകുന്നോ അവിടെ എന്നെ തിരഞ്ഞ് ഒന്നോ രണ്ടോ പൂച്ചകൾ വരും. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സീ ഗൈസ്, ഞാൻ കാണിച്ചണ്ട കണ്ടോ താഴെ. ഇവൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവൻ എങ്ങനെ മനസ്സിലായതെന്ന് അറിയില്ല ഞാൻ എൻ്റെ അടുത്ത് വന്നാൽ ഫുഡ് കിട്ടുന്നുള്ള കാര്യം. ഇന്ന് ഞാൻ ജിമ്മ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോണ്ട് ഇതിൻ്റെ മുകളിലിരിക്കുന്ന ആൾ. അപ്പോൾ തന്നെ ഞാൻ അവന് കുറച്ച് ഫുഡ് കൊടുത്തു. അവൻ കഴിക്കുകയാണ്. ഇതെങ്ങനെ മണത്തറിഞ്ഞു എന്ന് എനിക്കറിയില്ല കേട്ടോ. സി, ഇവിടെ രണ്ടാൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട്. ഹലോ, നിറഞ്ഞോ? കുമ്പ നിറഞ്ഞോ? ആ, വെള്ളം വേണോ? ഗൈസ്, ഇവർക്ക് ഫുഡ് എവിടുന്നെങ്കിലൊക്കെ കിട്ടും. പക്ഷെ വെള്ളം ഇവർക്ക് എവിടുന്നും കിട്ടാൻ ഒരു വഴിയില്ല. വെള്ളം തരാം കേട്ടോ, വെയിറ്റ് ചെയ്യേ. ശിവന്മാരെ നോക്കിക്കോണം, ശിവന്മാർ അറ്റാക്ക് ചെയ്യുന്നതിനെ. ഒറ്റ മുകളിലോട്ട് പോയിടാ ഇടോ. വെള്ളം തരാം കേട്ടോ. ആ, വെയിറ്റ് ചെയ്യണേ. കുമ്പ നിറഞ്ഞില്ലേ? ഞാൻ വെള്ളം എടുക്കാൻ പോകുമ്പോഴേക്കും ഇവര് നിന്നെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യും. ഒറ്റ മുകളിലോട്ട് പോയിട്ടുണ്ട്. ഓടിക്കണം കേട്ടോ, ഇവന്മാര് വില്ലന്മാരാ. ലുഡോ, അവൻ പോയി തോന്നുന്നുണ്ട് കേട്ടോ. നോക്കാം നമുക്ക്. വെയിലല്ലേ, ഇന്ന് നിൽക്കൂലേ അവര്. പോയോടാ നീ? എന്നാ വെള്ളം വേണോ? ഇവനെ എവിടെയും കാണാനില്ല. ഞാൻ വെള്ളം എടുക്കാൻ പോയി. ഞാൻ എന്താ വെച്ചാൽ അവരെ ഉള്ളിലോട്ടാക്കണമായിരുന്നു. അല്ലെങ്കിൽ അവരെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവനെ ഇവർ രണ്ടുപേരും കൂടി കടിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവരെ ഉള്ളിലാക്കി വെള്ളം എടുക്കാൻ പോയതാണ്. അതേ വെള്ളം. പക്ഷെ ആളിവിടെ ഒന്നും കാണാനില്ല. നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് കൊടുക്കാം. അവൻ വരികയാണെങ്കിൽ കഴിക്കട്ടെ, അല്ല കുടിക്കട്ടെ. പക്ഷെ ഇതൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഓണർ കണ്ട എനിക്കിട്ട് നല്ല ചീത്ത കേൾക്കാനും വഴിയുണ്ട്. എനിവേ, ഞാൻ വെള്ളം കൊടുത്ത് വന്ന് വാതിൽ തുറന്നപ്പോഴേക്കും രണ്ടുപേരും കൂടി തിരഞ്ഞു നോക്കും അവനെ. പോയി, അവൻ പോയടാ. നീ അങ്ങോട്ട് ചാടുകയാണോ അല്ലയോ? അവിടെ ഇല്ല, അവൻ പോയെന്ന്. വെള്ളം കുടിച്ചില്ല, അമ്മ അവിടെ വെച്ചിട്ടുണ്ട്.